ഒരു കാര്യം ആണയിട്ട് പറയുന്നു, ഈ അവസാന കാലഘട്ടത്ത് ലിബറലിസവും പുതിയ അൾട്രാ സെക്യുലറിസവും ഒക്കെ പെരുകി വരുന്ന കാലത്ത്, തോന്നലുകളെ മതമാക്കി സ്വീകരിക്കുന്ന കാലത്ത്, അവനവന്റെ സന്തോഷങ്ങൾക്ക് വേണ്ടി ആദർശങ്ങളെ നിർമ്മിക്കുന്ന കാലത്ത്, ഇസ്ലാമിന്റെ സുന്നത്തു ജമാഅത്തിന്റെ ശരിയായ മാർഗരേഖയുടെ പിറകിലൂടെ സഞ്ചരിക്കുക എന്നത് എളുപ്പമുള്ള പണിയല്ല. അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണമെന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ സുന്നത്തു ജമാഅത്തിനെ സ്വീകരിക്കേണ്ടത്. അതിന് നമുക്കുള്ള ഏറ്റവും നല്ല വഴി സമസ്ത എവിടെ പറയുന്നുവോ അവിടെ നിൽക്കുക എന്നതാണ്. ഞാൻ ഒറ്റക്കാലോചിച്ചുകൊണ്ട് ശരിയായ മാർഗങ്ങളെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഉലമാ പറയുന്നിടത്ത് ഉലമാഇന് ഒരു ലാഭവുമില്ല. നാട്ടുകാരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നുകൊടുത്തിരുന്നുവെങ്കിൽ ഉലമാഇന് നല്ല ലാഭം ഉണ്ടാകുമായിരുന്നു. പക്ഷേ നമ്മുടെ ഉലമാ, സമസ്തയുടെ ആലിമീങ്ങളോ നേതാക്കന്മാരോ നാട്ടുകാർക്ക് വേണ്ടി അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഇസ്ലാമിനെ ഉണ്ടാക്കി കൊടുക്കുന്നവരല്ല, ബിദഈകളെ പോലെയുള്ള സമീപനം സ്വീകരിച്ചവരല്ല. അതുകൊണ്ട് നമ്മുടെ ഉലമാ ഒഴുക്കിനെതിരെ നീന്തി ആളുകൾക്ക് അരുതേ അരുതേ അരുതേ, നിങ്ങൾ ചെയ്യരുതേ ചെയ്യരുതേ എന്ന് പറയുന്നത് ഇഷ്ടമല്ല, എന്നിട്ടും ഉലമാ പറയുന്നത് ഇത് അമാനത്തായത് കൊണ്ടാണ്. അത് നമ്മളും ഏറ്റെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.